CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. 72 വയസ്സായിരുന്നു. 2015 മുതൽ CPIM ജനറൽ സെക്രട്ടറിയാണ്. 12 വർഷം രാജ്യസഭാംഗമായിരുന്നു. നാളെ വൈകിട്ട് യെച്ചൂരിയുടെ ഡൽഹിയിലെ വസതിയിലും ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഡൽഹി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകും. ബൽറാം നെടുങ്ങാടി ഒപ്പം PP ജെയിംസ്, വിനീത VG എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, അദ്ദേഹം നാളുകളായി എയിംസിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നുവല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, കഴിഞ്ഞ ഓഗസ്റ്റ് 19 മുതൽ അദ്ദേഹത്തെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഏപ്രിൽ 19-നും സജീവമായിരുന്നു കർമ്മരംഗത്ത്. അന്ന് അദ്ദേഹം പാർട്ടി ആസ്ഥാനത്ത് എത്തിയിരുന്നു, തൻ്റെ മറ്റ് ജോലികളിൽ മുഴുകിയിരുന്നു. അതിനുശേഷം SFI കേന്ദ്ര ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് അത് അലോട്ട് ചെയ്തിരിക്കുന്നത്. 36 കാനിംഗ് ലൈനിലെ വസതിയിൽ അദ്ദേഹം എത്തി. അതിനുശേഷം സോണിയാഗാന്ധിയുമായി അദ്ദേഹം അന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സോണിയാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില കണ്ട് അദ്ദേഹം കടുത്ത പനി ബാധിച്ച് അദ്ദേഹം മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അക്കാര്യം സോണിയാഗാന്ധിയെ അറിയിക്കുകയും തുടർന്ന് സോണിയാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹം പിന്നീട് എയിംസിലേക്ക് ചികിത്സയിലേക്ക് എത്തുന്നതും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ ഗുരുതരമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആശുപത്രി കിടക്കയിൽ ആയിരുന്ന ഘട്ടത്തിൽ പോലും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓഗസ്റ്റ് 22-ന് നടന്ന അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കേണ്ടതായിരുന്നു കൊൽക്കത്തയിൽ. എന്നാൽ അതിന് കഴിയാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതിനായി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ആ പരിപാടിയിൽ സംസാരിച്ചത്. ആ സംഭാഷണത്തിൽ തന്നെ അദ്ദേഹം താനും സമാനമായി ബുദ്ധദേവിന് സംഭവിച്ചതുപോലെ തന്നെ സമാനമായി തനിക്കും ശ്വാസകോശ അണുബാധയാണ് ഏറ്റിരിക്കുന്നത് എന്നും താനും ഇപ്പോൾ ആശുപത്രി കിടക്കയിലാണ്, എന്നാൽ ഉടൻ തന്നെ ഇവിടെ നിന്നും രോഗം മാറി പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം ആ സന്ദേശത്തിൽ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടർന്ന് കൂടുതൽ മോശമാകുന്ന അവസ്ഥയിലേക്കാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ലങ്സിൽ മാത്രമായിരുന്നു അണുബാധ ഏറ്റിരുന്നത് എങ്കിൽ പിന്നീട് 2 ലങ്സിലേക്കും അണുബാധ ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിന് ഓക്സിജൻ ഉൾപ്പെടെ നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയും കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം മാറുകയും ചെയ്തത്. വിദേശത്ത് നിന്നടക്കമുള്ള മരുന്നുകൾ അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ മരുന്ന് ഉപയോഗിക്കുകയും ഡോക്ടർമാർ ഇന്ന് രാവിലെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് പിന്നീട് ഇന്ന് വൈകിട്ട് 3:05-നാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. എയിംസ് ആശുപത്രിയിലാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. മരിക്കുന്ന ആ സമയത്ത് പാർട്ടി നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗം V മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എയിംസിലെ തന്നെ അനാട്ടമി വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹത്തിന്റെ എംബാമിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇന്ന് രാത്രി എയിംസിലെ മോർച്ചറിയിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കും. നാളെ വൈകിട്ട് 6 മണിക്ക് അദ്ദേഹത്തിന്റെ വസന്ത് കുഞ്ചിലുള്ള വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാത്രിയും മൃതദേഹം അവിടെയായിരിക്കും. മറ്റന്നാൾ രാവിലെയാണ് പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ മൃതദേഹം പൊതുദർശനത്തിനായി വയ്ക്കുന്നത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പൊതുദർശന ചടങ്ങ് നടക്കുക. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് വിലാപയാത്രയായി മൃതദേഹം തിരിച്ച് എയിംസ് ആശുപത്രിയിലേക്ക് തന്നെ എത്തിക്കും. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം അനുസരിച്ചാണ് ഈ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകുന്നത്. അദ്ദേഹത്തിന്റെ
കുടുംബവും അത് അംഗീകരിച്ച് മൃതദേഹം കൈമാറാൻ എന്ന് അറിയിച്ചതായി എയിംസിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നിരക്കാകെ ഊർജവും ഉപദേശവും ഏത് ഘട്ടത്തിലും സാധ്യമാക്കിയിരുന്ന ഒരു നേതാവ്, പാർട്ടികളെ തമ്മിൽ കൂട്ടിയിണക്കാൻ കഴിയുന്ന രീതിയിലുള്ള വ്യക്തിബന്ധം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ അടക്കമുള്ളവയുമായി വ്യക്തമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവിനെ കൂടിയാണ് നഷ്ടമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ കഴിവായി മാറിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷാ സ്വാധീനം തന്നെയായിരുന്നു. 7 ഭാഷകളിൽ അനായാസമായി സംസാരിക്കാനും എഴുതാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തമിഴും തെലുങ്കും ഹിന്ദിയും ബംഗാളിയും ഇംഗ്ലീഷും അടക്കമുള്ള ഇന്ത്യയിലെ 7 ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 2015 അദ്ദേഹം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ വെച്ച് ജനറൽ സെക്രട്ടറിയായി ചുമതല ഏൽക്കുന്ന ഘട്ടത്തിൽ തന്നെ തൻ്റെ ഭാഷാ സ്വാധീനം അദ്ദേഹം തെളിയിച്ചിരുന്നു. ആ വേദിയിൽ തന്നെ അദ്ദേഹം ഈ 7 ഭാഷകളിലും അദ്ദേഹം സംസാരിച്ചിരുന്നു. മലയാളമടക്കമുള്ള മറ്റ് 3ഓളം ഭാഷകൾ തനിക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം പൂർണ്ണമായി തന്നെ മനസ്സിലാകും എന്നും അദ്ദേഹം പറയുമായിരുന്നു. അതേസമയം മലയാളത്തിൽ സംസാരിക്കാൻ കഴിയാത്തത് അദ്ദേഹം ഒരു വിഷമം പ്രകടിപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. എങ്കിലും പൂർണ്ണമായും മലയാളം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്. ഈ ഭാഷാ സ്വാധീനം പല ഘട്ടങ്ങളിലും പല ചർച്ചകളിലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ 2 സർക്കാരുകളെ രൂപീകരിക്കുന്നതിൽ, ആ സർക്കാരിൻ്റെ നയപരിപാടികൾ, കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഐക്യമുന്നണി സർക്കാരിനും 1ാം UPA സർക്കാരും രൂപീകരിച്ചതിൽ, പൊതു മിനിമം പരിപാടി സൃഷ്ടിച്ചതിൽ അദ്ദേഹം അന്നത്തെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് സീതാറാം യെച്ചൂരിയായിരുന്നു ഈ രേഖകൾ, പൊതു മിനിമം പരിപാടി രൂപപ്പെടുത്തിയത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ സാഹചര്യങ്ങൾ പലതവണ കൈകാര്യം ചെയ്യുന്നതിലും അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പ്രാദേശികമായ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിലും ഇടപെടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. നേരത്തെ കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കോൺഗ്രസിന് മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് പിന്നീട് ഫലപ്രദമായി നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിലെ നേതാക്കൾ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കൂടാതെ തേജസ്വി യാദവ് അടക്കമുള്ള നിരവധി നേതാക്കൾ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമായ ഘട്ടങ്ങളിൽ തേടിയിട്ടുണ്ട്. ഇവരെല്ലാവരുമായി തന്നെ ഒരുപോലെ ബന്ധം അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. തൻ്റെ ഈ ജീവിതത്തിൽ തന്നെ ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ് എന്നത് അദ്ദേഹം പെരുമാറ്റത്തിലൂടെ തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് സീതാറാം യെച്ചൂരി. പ്രധാനമന്ത്രിയോടായാലും AK ജി ഭവനിലെ മുന്നിലെ സാധാരണക്കാരനായ ഒരു കളിക്കുന്ന കുട്ടിയോടായാലും ഒരേ ഭാഷയിൽ ഒരുപോലെ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഔന്നിത്യം വ്യക്തമാക്കുന്നത്. ആ ഒരു മഹാനേതാവിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നല്ല രാജ്യത്തിന് തന്നെ നഷ്ടമായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം തുടരുക. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥി നേതാവിൽ നിന്ന് CPIഎമ്മിന്റെ ജനകീയ നേതാവായി വളർന്നു സീതാറാം യെച്ചൂരി. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ യെച്ചൂരി UPA സർക്കാരിന്റെ നയപരിപാടികൾ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത്. SFIയുടെ തലപ്പത്തേക്ക് കേരളത്തിൽ നിന്നോ പാർട്ടി ഭരണഘടനയിൽ മാറ്റം വരുത്തി രൂപീകരിച്ച കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അംഗം. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന
എന്നാൽ അമേരിക്കയുമായുള്ള കരാറിനെതിരായ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ നിന്നു യെച്ചൂരി. അപ്പോഴും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തി. പാർലമെന്റിലെ ശക്തമായ സാന്നിധ്യം, BJPയുടേതും കോൺഗ്രസിന്റേതും അല്ലാത്ത നയങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് അടയാളപ്പെടുത്തി. പാർലമെന്റ് സമ്മേളനകാലത്തെ യെച്ചൂരിയുടെ വാർത്താസമ്മേളനങ്ങൾ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് ഊഷ്മളമായ ഓർമ്മയാണ്. മാറിയ കാലത്ത് BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസുമായി കൈകോർക്കുന്നതിൽ തെറ്റില്ലെന്ന് നിലപാട് സ്വീകരിച്ചു. കാർക്കശ്യമുള്ള നിലപാടുകളിൽ വ്യതിയാനം വരുത്താതെ CPIMന്റെ ജനകീയ മുഖമായി മാറിയ നേതാവാണ് വിട പറയുന്നത്. ലാൽ സലാം, കോംറേഡ്. റിസർച്ച് ഡെസ്ക് 24. ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസും ഡൽഹിയിൽ നിന്ന് വിനീത VGയും കൂടി ചേരുന്നുണ്ട്. PP ജെയിംസ്, ഇപ്പോൾ CPIMന്റെ സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പാർട്ടി കോൺഗ്രസിലേക്ക് അവർ കടക്കുന്ന സമയത്താണ് ജനറൽ സെക്രട്ടറിയുടെ തന്നെ വിയോഗം. ഒപ്പം വ്യക്തിപരമായ ഓർമ്മകൾ കൂടിയുണ്ടല്ലോ, അടുപ്പം കൂടിയുണ്ടല്ലോ PP ജെയിംസിന് സീതാറാം യെച്ചൂരിയുമായി. ഉന്മേഷ്, തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ജനകീയ മുഖം എന്ന് തന്നെ സീതാറാം യെച്ചൂരിയെക്കുറിച്ച് പറയാനാവും. കഴിഞ്ഞ ഒരു 30 വർഷം അദ്ദേഹത്തെ വളരെ അടുത്തായിട്ട് അറിയാം. എന്ന് മാത്രമല്ല, കേരളത്തിലൊക്കെ വരുമ്പോൾ വളരെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ സുഹൃത്ത് ബന്ധത്തിൽ വലിയ തലം സൂക്ഷിക്കുകയും അത് താൻ എതിർക്കുന്ന എതിരാളികളോടായാലും സൈദ്ധാന്തിക തലത്തിൽ കടുത്ത എതിർപ്പ് തുടരുമ്പോഴും വ്യക്തിപരമായ കാര്യങ്ങളിൽ വലിയ സ്നേഹസമ്പന്നനായിട്ടുള്ള നേതാവായിരുന്നു. ഈ ഐഡിയോളജിക്കലി സാധാരണ നമ്മൾ സിദ്ധാന്തപരമായി കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിന് സിദ്ധാന്തപരമായി കൺവിക്ഷൻസ് ഉണ്ടെങ്കിലും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ നേതാവായിട്ടാണ് അദ്ദേഹത്തെ പലപ്പോഴും ഞാനൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കണ്ടിട്ടുള്ളത്. അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായത് മറ്റു മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ആദ്യം അധികാരമേറ്റ സമയത്ത് തിരുവനന്തപുരത്ത് N. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകിയത് ശ്രീ സീതാറാം യെച്ചൂരിക്കായിരുന്നു. അതിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും ഞാനാണ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നു. എയർപോർട്ടിൽ സ്വീകരിച്ച് കൊണ്ടുവരുമ്പോൾ പാർട്ടിയുടെ വാഹനവും വന്നിരുന്നു. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ രാമേന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ ക്ഷണിച്ചാണ് വന്നത്, അവരുടെ വാഹനത്തിൽ പോയിക്കോളാം. അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചെഗുവേരയെക്കുറിച്ച് സംസാരിക്കുന്നതുണ്ടായി. അപ്പോൾ ചെഗുവേരയുടെ നാട്ടിൽ പോയതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഇതുവരെ ബൊളീവിയയിൽ അദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല, അതേക്കുറിച്ച് നിങ്ങൾ പുസ്തകം എഴുതണം എന്ന്. ആ തരത്തിലൊക്കെ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു നിമിഷം PP ജെയിംസ്, ഇപ്പോൾ ശ്രീ NK പ്രേമചന്ദ്രൻ MP ടെലിഫോണിൽ ചേർന്നുണ്ട്. ഒരു അനുസ്മരണത്തിന് ശേഷം PP ജെയിംസിലേക്ക് എത്താം. ശ്രീ NK പ്രേമചന്ദ്രൻ MP, താങ്കൾ എങ്ങനെയാണ് സീതാറാം യെച്ചൂരി ഓർത്തെടുക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് സത്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദേശീയ മുഖമായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അടുത്തുനിന്ന് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയം നിർണായകമായ ഗതിവിഗതികളിലൂടെ കടന്നുപോയ ഘട്ടങ്ങളിലെല്ലാം ചടുലമായ നീക്കങ്ങളിലൂടെ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ രാജ്യത്ത് ശക്തിപ്പെടുത്തുന്നതിലും ഇടതുപക്ഷ രാഷ്ട്രീയം, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പോലും പുനരുജ്ജീവിപ്പിക്കുന്നതിലടക്കം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. മാത്രമല്ല, എല്ലാവരുമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള സൗഹൃദം, ഊഷ്മളമായ ബന്ധം, ഒരുപക്ഷെ അതുതന്നെയാണ് ഹർകിഷൻ സിംഗ് സുർജിത്തും പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് UPA രൂപീകരണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് സീതാറാം യെച്ചൂരി വഹിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും നല്ലതുപോലെ ബോധ്യമുള്ളതാണ്. ആ അനുഭവ സമ്പത്തും അനുഭവ പരിജ്ഞാനവും തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും എത്തിച്ചേർന്നത് എന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും വേണ്ട രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയുടെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇന്ത്യ എന്ന പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അതിന്റെ പേരിൽ
ആ സൗഹൃദ സഖ്യം തന്നെ ബംഗളൂരിൽ വെച്ച് തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്ന ഘട്ടത്തിൽ എത്ര ചടുലമായ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ഇന്ത്യ മുന്നണിയുടെ പേരിൽ വ്യതിയാനം, പെർഫോമിൽ തന്നെ വ്യതിയാനം വരുത്തിക്കൊണ്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള നല്ല നല്ല തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ നിലനിർത്തുന്നതിലൊക്കെ നല്ല പങ്കുവഹിച്ച നേതാവ് എന്ന നിലയിൽ എക്കാലവും സ്മരിക്കപ്പെടും സീതാറാം യെച്ചൂരി. രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ ഞാൻ LDF വിട്ട് UDFന്റെ ഭാഗമായി മാറുമ്പോഴും അതിനുശേഷവും വ്യക്തിഗതമായി എന്തൊരു അടുപ്പം, എന്തൊരു സൗഹൃദം, ഊഷ്മളമായ ബന്ധമായിരുന്നു സത്യത്തിൽ സീതാറാം യെച്ചൂരിയുമായി ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. അത് ഒരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിനെ സ്വാധീനിക്കുമായിരുന്നില്ല എന്നുള്ളതും എനിക്ക് നല്ലതുപോലെ അറിയാം. അത് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിലും വളരെ സവിശേഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്, തനിക്ക് വ്യക്തിഗതമായിട്ടുള്ള നിലപാടുകളുള്ള ഘട്ടങ്ങളിൽ പോലും പാർട്ടിയുടെ പൊതു നിലപാടിനോടും പൊതു താല്പര്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാവോ പ്രവർത്തകനെന്ന നിലയിൽ 100% കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം പാലിച്ചിട്ടുള്ള ജാഗ്രതയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ 14 പേരടങ്ങുന്ന കോർഡിനേഷൻ കമ്മിറ്റി ഇന്ത്യ മുന്നണി തീരുമാനിച്ചു. പിന്നീട് പാർട്ടി പോളിറ്റ് ബ്യൂറോയും അവരുടെ നേതൃത്വവും പ്രതിനിധി അയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് അതിനെ യുക്തിസഹമായ നിലയിൽ ന്യായീകരിച്ചുകൊണ്ട് കമ്മിറ്റിയിൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞതും എന്റെ ശ്രദ്ധയിലുണ്ട്. അപ്പൊ അങ്ങനെ ഏത് തരത്തിൽ പരിശോധിച്ചാലും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, CPMന്റെ മാത്രമല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദേശീയ തലത്തിലുള്ള മുഖമായി അറിയപ്പെട്ടിരുന്നയാളായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വിയോഗം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ചും മതേതര ജനാധിപത്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പൊതുവെയും വലിയൊരു ആഘാതമാണ്, വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇല്ല. ശ്രീ NK പ്രേമേന്ദ്രൻ MPയാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചത്. സീതാറാം യെച്ചൂരിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മൃതദേഹം എയിംസിന് പഠനത്തിനായി വിട്ടു നൽകുകയായിരിക്കും ചെയ്യുക എന്നടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ തിരികെ എത്തും അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു. ഡൽഹി എയിംസിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുസ്മരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിച്ച വെളിച്ചമായിരുന്നു സീതാറാം യെച്ചൂരി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുസ്മരണം ഇപ്പോൾ വരുന്നത്. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളുടെ അനുസ്മരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. PP ജെയിംസ് ന്യൂസ് ഡെസ്കിൽ തുടരുന്നുണ്ട്. PP ജെയിംസ്, നേരത്തെ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവരങ്ങൾ താങ്കൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഉന്മേഷ്, അത് തിരുവനന്തപുരത്ത് കനകക്കുന്ന് പാലസിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് രാമേന്ദ്രൻ ഫൗണ്ടേഷന്റെ ബെസ്റ്റ് ഇന്ത്യൻ പാർലമെന്റേറിയൻ എന്ന അവാർഡ് നൽകിയത്. അത് നൽകിയത് അന്നത്തെ ഗവർണറായിരുന്ന ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന ജസ്റ്റിസ് സദാശിവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ അന്ന് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി സ്ഥാനമേറ്റിട്ട് ഏതാനും ദിവസങ്ങളെ ആയിരുന്നുള്ളൂ. ആ ഇതിലാണ് കനകക്കുന്നിൽ അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ആ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. തൊട്ടടുത്ത് സീതാറാം യെച്ചൂരി ഇരിക്കുന്നു. ഞാൻ സ്വാഗതപ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ യെച്ചൂരി പറഞ്ഞു, എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ഔട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അധ്യക്ഷ പ്രസംഗത്തിനായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് എന്നോട് അദ്ദേഹം സ്വകാര്യമായിട്ട് പറഞ്ഞു, നൗ ഇഫ് ഐ ഗോ ഔട്ട് യുവർ പീപ്പിൾ വിൽ ടെൽ വെൻ ദ ചീഫ് മിനിസ്റ്റർ സ്റ്റാർട്ടഡ് ഹിസ് സ്പീച്ച് ദ പാർട്ടി ജനറൽ സെക്രട്ടറി ബോയ്ക്കോട്ടഡ്. ദാറ്റ്സ് ഹൗ മീഡിയ വിൽ. പുള്ളി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിവിടുന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോയാൽ നിങ്ങൾ പറയും മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എഴുന്നേറ്റ് പോയി, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ചിരിച്ചുകൊണ്ട് അത്യാവശ്യം നർമ്മ അടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഒരു പക്ഷേ കേരളത്തിലെ നേതൃത്വവുമായിട്ട് സീതാറാം യെച്ചൂരിക്ക് അല്പം അഭിപ്രായ ഭിന്നതയുള്ള കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആ തരത്തിൽ കൂടി വളരെ ഹ്യൂമറസ് ആയിട്ട് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നർമ്മരസത്തോടു കൂടി എടുത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവിതത്തിന് തന്നെ പ്രശ്നം സൃഷ്ടിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. ഏത് നേരവും വലിക്കുമായിരുന്നു. ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ നേതാക്കളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുഖം, വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള, ഈ ചുരുട്ട് വലിച്ചു നിൽക്കുന്ന ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയുടെയൊക്കെ ഇതിനെ ഓർമ്മിപ്പിക്കുന്ന
ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ ജനകീയ മുഖമാണ്. സാധാരണക്കാരോടൊപ്പം എവിടെ നടക്കാൻ ഇറങ്ങിയാലും, അവിടെ ഉണ്ടായിരുന്ന ദിവസം തിരുവനന്തപുരത്ത് നടക്കാൻ ഇറങ്ങിയിരുന്നു, സാധാരണക്കാരോടൊക്കെ സംസാരിക്കുക, അവരുടെ വികാരം മനസ്സിലാക്കുക. എന്നാൽ ഇതിൻ്റെ തലപ്പത്ത് വരെ ആരോട് വേണമെങ്കിലും സൈദ്ധാന്തികമായ തലത്തിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ജീനിയസ്. അദ്ദേഹം CBSEക്ക് മാത്രമല്ല, അദ്ദേഹം പഠിച്ച കരിയറിൽ മുഴുവൻ റാങ്കുകൾ നേടിപ്പോയ ഒരാളാണ്. വലിയ എഴുത്തുകാരനായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്നുള്ള കോളം ഞാൻ വായിക്കാറുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പുതിയ ദിശാമാറ്റത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ വളരെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഒരു മുഖമുണ്ടായിരുന്ന ആൾ. ഒരുപക്ഷെ ഇടയ്ക്ക് ആ സ്റ്റോറി കൊടുക്കുമല്ലേ, സീതാറാം യെച്ചൂരിയെ കുറിച്ച് തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരേ സമയം ഇടയ്ക്ക് സ്റ്റോറി കൊടുക്കുമല്ലേ, സ്റ്റോറി ഏറ്റവും ശക്തമായിട്ട് അതേക്കുറിച്ച് ഞാൻ പലതവണ അദ്ദേഹത്തെ അഭിമുഖം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് നടന്നത് JNUവിലാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ വസതി, അവർ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ JNUവിൻ്റെ വൈസ് ചാൻസലർ സ്ഥാനം ഇന്ദിരാഗാന്ധി രാജിവെച്ചില്ല എന്നുള്ളത് കൊണ്ട് അന്ന് JNUവിൻ്റെ പ്രസിഡൻ്റായിരുന്ന, സ്റ്റുഡൻസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണയുമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ വസതിയിലെത്തുന്നു. അദ്ദേഹം കുറ്റവിചാരണ വായിക്കുന്നു. ഇന്ദിരാഗാന്ധി നേരിട്ട് കുറ്റവിചാരണ കേൾക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച വിദ്യാർത്ഥി നേതാവാണ് സീതാറാം യെച്ചൂരി. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അതൊരു വലിയ വിപ്ലവമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരി ഏറ്റവും അധികം അറിയപ്പെട്ടത് ഇന്ദിരാഗാന്ധിക്കെതിരെ നേർക്കുനേർ നടത്തിയ പോരാട്ടത്തിലൂടെയായിരുന്നു. പിന്നീട് കഥ മാറി, BJP അധികാരത്തിൽ വരുന്നു. ഇന്ത്യയുടെ മതേതര പോരാട്ടത്തിൻ്റെ മുഖമായിട്ട് സീതാറാം യെച്ചൂരി മാറുകയായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസുമായിട്ട് അവസാന കാലത്ത് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന CPM നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത്, അത് തീർച്ചയായിട്ടും ഇടതുപക്ഷം ഷ്രിങ്ക് ചെയ്തൊരു ഇടതുപക്ഷത്തിന് മതേതര കക്ഷികളുമായിട്ട് BJPക്കെതിരെ പോരാടേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു പ്രായോഗിക രാഷ്ട്രീയവാദിയായിരുന്നു സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ പോരാടുന്ന രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ ഏറ്റവും വലിയ മുഖമുണ്ടായിരുന്നത്. ഇവിടുത്തെ UPA സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഘടകകക്ഷികളെയൊക്കെ കൂട്ടി നിർത്തുന്നതിൽ. ഡോക്ടർ അബ്ദുൽ കലാമിനെ പോയി കണ്ട് തിരിച്ചു വന്ന സോണിയാഗാന്ധി ആദ്യം സംസാരിച്ചത് സീതാറാം യെച്ചൂരിയോടതായിരുന്നു. UPA സർക്കാർ എങ്ങനെ രൂപീകരിക്കണം, CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൽ പങ്കാളിയായില്ലെങ്കിലും അതിൽ പങ്കാളി ആവാത്ത പാർട്ടിയുടെ നേതാവിനോടാണ് ആദ്യം സോണിയാഗാന്ധി സംസാരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോഴും അദ്ദേഹത്തെ ആശുപത്രിയിൽ പോകണമെന്ന് നിർബന്ധിച്ച നേതാവും സോണിയാഗാന്ധിയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ നയങ്ങളെ ഒരു കാലത്ത് എതിർത്തിരുന്ന ആൾ തന്നെ ഒരുപക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ഒരുപക്ഷെ CPMനെ സംബന്ധിച്ചിടത്തോളം AKG, EMS, അതുപോലെ ഹർകിഷൻ സിംഗ്, സുർജിത്ത് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കൾക്ക് ശേഷം ഒരു സെക്കൻഡ് ജനറേഷൻ ഓഫ് ലീഡേഴ്സിനെ എമർജ് ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ JNUവിൽ നിന്നാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും തമ്മിൽ കാണുന്നതും വലിയ രീതിയിൽ CPMൻ്റെ യുവ തുർക്കികളായിട്ട് അവർ മാറുന്നതും. ഒരുപക്ഷെ 1978 80 84 ഞാൻ ഓർക്കുന്നില്ല. അവിടെ പോളിറ്റ് ബ്യൂറോയുടെ കീഴിൽ CPM സെൻട്രൽ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചപ്പോൾ അതിൽ 5 പേരിൽ ഒരാൾ സീതാറാം യെച്ചൂരി ആയിരുന്നു, പ്രകാശ് കാരാട്ടുണ്ടായിരുന്നു, P രാമചന്ദ്രൻ, SRP സുനിൽ മൊയ്ത്ര അടക്കമുള്ള 5 പേരാണ് അതിശക്തമായി CPMനെ തിരിച്ചു കൊണ്ടുവരാനുള്ള യജ്ഞത്തിൽ പങ്കാളികളായത്. അതിൽ സീതാറാം യെച്ചൂരി പിന്നീട് 92 പോളിറ്റ് ബ്യൂറോ അംഗമായി, ചെറുപ്പത്തിൽ തന്നെ. അവിടെ നിന്ന് പിന്നീട് 2015 പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി. പ്രകാശ് കാരാട്ട് 3 തവണ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം. ഒരുപക്ഷെ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും സൈദ്ധാന്തികമായിട്ട് അവർ തമ്മിൽ പല കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കടുംപിടുത്തക്കാരനായിരുന്നു ഐഡിയോളജിക്കലി പ്രകാശ് കാരാട്ട്. പക്ഷേ കുറച്ചും കൂടി പ്രായോഗികവാദിയായിരുന്നു സീതാറാം യെച്ചൂരി. അതിൽ UPAയുടെ മിനിമം അജണ്ട ചിദംബരത്തോടൊപ്പം ഇരുന്ന് തയ്യാറാക്കിയ സീതാറാം യെച്ചൂരി ഒരുപക്ഷെ അക്കാര്യത്തിൽ പ്രകാശ് കാരാട്ടിനോട് വിയോജിച്ചിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനെ പിന്തുണ പിൻവലിച്ച് അമേരിക്ക
ആണവ കരാറിൻ്റെ പേരിൽ പിൻവലിച്ചപ്പോൾ അത് ആ ആണവ കരാറിൽ CPM-ന്റെ നയങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കോമൺ ആയിട്ടുള്ള ചർച്ചകൾ നടത്തിയത് യെച്ചൂരിയായിരുന്നു. CPM മുന്നോട്ട് വെച്ച മിക്കവാറും കാര്യങ്ങളൊക്കെ അന്ന് കോൺഗ്രസ് അംഗീകരിച്ചിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് അംഗീകാരം കൊടുത്തു. പക്ഷേ അമേരിക്കയുമായി കൂടാനാവില്ലെന്ന കടുത്ത നിലപാട് പ്രകാശ് കാരാട്ട് എടുത്തതോടെയാണ് ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയുടെ ആ ലൈൻ പൊളിഞ്ഞു പോയത്. പക്ഷെ അത് ഒരുപക്ഷെ CPM-നും പിന്നീട് ഒരുപാട് കാലം മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അക്കാര്യത്തിൽ പിന്നീട് സീതാറാം യെച്ചൂരി അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആണവ കരാറിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ലായിരുന്നു, പോകുകയാണെങ്കിൽ അന്ന് ഉണ്ടായിട്ടുള്ള വിലക്കയറ്റത്തിൻ്റെ പേരിൽ പോകണമായിരുന്നു എന്നുള്ള നിലപാട് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടി എടുത്ത നിലപാടിൽ അധികം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. പിന്നീട് ഒരുപക്ഷെ യെച്ചൂരി അടക്കമുള്ള നേതാക്കൾക്ക് അനുകൂലമായോ പ്രതികൂലമായി പറയുന്നത് ജ്യോതി ബാസുവിനെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയായി നിലനിർത്താൻ കൊണ്ടുവരാനുള്ള നീക്കത്തെ ഒരുപക്ഷെ പാർട്ടി തന്നെ വിലങ്ങുതടി ഇട്ടപ്പോൾ യെച്ചൂരിയും അതിൽ പങ്കാളിയായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കളൊക്കെ ഭൂരിപക്ഷം നേതാക്കളും ജ്യോതി ബാസു പ്രധാനമന്ത്രിയാവുന്നതിന് എതിരായിരുന്നു. അതിനെക്കുറിച്ചാണ് ജ്യോതി ബാസു തന്നെ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് വാസ് എ ഹിമാലയൻ ബ്ലണ്ടർ ഫ്രം ദ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ആയാൽ പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള മുഖം നഷ്ടപ്പെടും. ഭൂരിപക്ഷമില്ലാതെ പ്രധാനമന്ത്രിയായാൽ ഒരുപക്ഷെ പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാനാവില്ല എന്നുള്ള വാദങ്ങളുമുണ്ട്. പക്ഷേ യെച്ചൂരിയെപ്പോലുള്ള നേതാക്കൾ ഇന്നെടുത്ത നിലപാട് പ്രായോഗിക നിലപാടായിരുന്നില്ല എന്ന് സ്വീകരിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി എന്ന നിലയിൽ പാർട്ടിക്ക് കുറച്ചും കൂടിയും ഒരു മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു എന്ന ചിന്തയുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ നേരിട്ട് ഇടപെട്ടിരുന്ന ഒരാൾ സീതാറാം യെച്ചൂരിയാണ്. അവിടുത്തെ പ്രധാനമന്ത്രി പ്രചണ്ഡയുമായിട്ട് വലിയ ബന്ധമായിരുന്നു അവിടുത്തെ നേതാക്കളായിട്ട്. അവർ പ്രശ്നം ഉണ്ടാകുമ്പോൾ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഘടകങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് ഒരു ഭാഗത്ത് ചൈനയാണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ല ബന്ധം സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കേന്ദ്രം ഭരിച്ചിരുന്ന അത് BJP ആയാലും കോൺഗ്രസ് ആയാലും സീതാറാം യെച്ചൂരിയുടെ സഹായം തേടിയിരുന്നു നേപ്പാളിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ. നേപ്പാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിച്ചിരുന്നത് യെച്ചൂരിയാണ്. ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ യെച്ചൂരി വലിയ ശക്തനായിട്ടുള്ള നേതാവായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ പോരാട്ടത്തിൽ BJP-യുമായിട്ടുള്ള പോരാട്ടത്തിൽ ഈ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ നിർണായകമായ അഭിപ്രായ ഭിന്നതകളൊക്കെ വന്ന സമയത്ത് ഇടപെടുന്നതിൽ വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തിയ, പ്രേമചന്ദ്രൻ പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, ചടുലമായ നീക്കങ്ങൾ നടത്തിയ നേതാവാണ്. വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ ജനകീയ മുഖമാണ്. ആർക്കെപ്പോഴും ഇത് ചെയ്യാം. ആകെ അദ്ദേഹത്തെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയത് ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയത്തിന് ലഭിക്കാവുന്ന കനത്ത തിരിച്ചടിയാണ്. ഒരുപക്ഷെ ഒരു കാര്യം കൂടിയുള്ളത് ഉന്മേഷ്, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഭൂരിപക്ഷം നോക്കിയല്ല നിലപാടുന്നത്. രണ്ട് ഫാക്ഷൻ ഉണ്ടായിരുന്നു നമുക്കറിയാം. VS അച്യുതാനന്ദനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയുമായിട്ടായിരുന്നു കൂടുതൽ സീതാറാം യെച്ചൂരിക്ക് ബന്ധമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക നേതൃത്വമായിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. പക്ഷേ സുഹൃത്ത് ബന്ധങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പിണറായിയായിട്ട്, കോടിയേരിയായിട്ട്, ഇവിടുത്തെ എല്ലാ നേതാക്കളുമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ സൈദ്ധാന്തികമായ ചില കാര്യങ്ങളിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വവുമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉന്മേഷ്, PP ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ അനുസ്മരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. സീതാറാം യെച്ചൂരിയുടെ മരണം എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നതെന്ന് K. പ്രകാശ് ബാബുവിന്റെ CPI നേതാവിന്റെ അനുസ്മരണം വരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ നഷ്ടമെന്ന ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു വലിയ നഷ്ട. നമ്മൾ പലപ്പോഴും ആചാരമായി പറയും ഒരാൾ പോയാൽ പകരം ഒരാൾ വരും. അതൊന്നുമില്ല. യെച്ചൂരിക്ക് പകരം ഒരാളില്ല. അത്രമാത്രം അഗാധമായ പാണ്ഡിത്യവും രാഷ്ട്രീയ വിവേകവും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള തീഷ്ണമായ മനസ്സുമുള്ള ഒരു വലിയ നേതാവ്. ആ നേതാവിൻ്റെ നഷ്ടത്തിൽ CPM-ന്റെ പാർട്ടി പ്രവർത്തകരോടൊപ്പം CPI-യുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ എല്ലാ അഗാധമായ ദുഃഖവും അറിയിക്കും. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഇപ്പോൾ അനുസ്മരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരിയെ. വിനീത VG ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത,
നാളെ വൈകിട്ട് 6 മണിയോടെ അദ്ദേഹത്തിന്റെ മൃതദേഹം വസന്ത് കുഞ്ചിലെ വീട്ടിലെത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. AKG ഭവനിൽ 11 മണി മുതൽ 5 മണി വരെ പൊതുദർശനം, 11-ന് രാവിലെ 8 മണിയോടെയായിരിക്കും AKG ഭവനിൽ. അങ്ങനെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അറിവാകുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടേക്ക് എത്തും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഉന്മേഷ്. ഞാനിപ്പോൾ ഉള്ളത് AKG ഭവനിൽ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ യെച്ചൂരിയുടെ ഒരു ഫോട്ടോ ഇവിടെ വച്ചിട്ടുണ്ട്. അതിന് മുൻപിൽ ഇവിടെ എത്തിയിരിക്കുന്ന, അതായത് ഡൽഹിയിൽ എത്തിയിരിക്കുന്ന ഇടത് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ AKG ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ പൂക്കൾ അർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. MA ബേബി ഉണ്ട്, വിജയരാഘവൻ ഉണ്ട്, ഇങ്ങനെ പ്രകാശ് കാരാട്ട്, ഒപ്പം തന്നെ ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി ഉൾപ്പെടെയുള്ളവർ ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ, അതായത് യെച്ചൂരിയുടെ വിയോഗം വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഡൽഹിയിലെ ഈ AKG ഭവനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. CPIയുടെ നേതാക്കളായ ആനി രാജ, ഡി രാജ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ അവർ റീത്ത് സമർപ്പിച്ചുകൊണ്ട്, പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് അവർ അന്തിമോപചാരം അർപ്പിക്കുകയാണ്, അഭിവാദനം നൽകുകയാണ്. ഇങ്ങനെ ഡൽഹിയിൽ ഉള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഭിഭാഷക യൂണിയന്റെ, ഡൽഹി അഭിഭാഷക യൂണിയന്റെ, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. അവർ AKG സെന്ററിലേക്ക് എത്തി, AKG ഭവനിലേക്ക് എത്തി അദ്ദേഹത്തിന് റീത്ത അന്തിമോപചാരം അർപ്പിച്ച ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ വിയോഗത്തിന് പിന്നാലെ ഡൽഹിയിലുണ്ടായിരുന്ന നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നാളെ വൈകിട്ട് 6 മണിയോടുകൂടി ആശുപത്രിയിൽ എയിംസിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അത് ബന്ധുക്കളുടെയും ഒക്കെ ആവശ്യപ്രകാരമാണ് അങ്ങനെ എത്തിക്കുക. അതിനുശേഷം മറ്റന്നാൾ 14-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ AKG ഭവനിലേക്ക് എത്തിക്കും. 11 മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കും. പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കുമൊക്കെ ഇവിടെ എത്തി അദ്ദേഹത്തിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമുള്ള ക്രമീകരണം ഉണ്ടാകും. അത് ഏതാണ്ട് വൈകിട്ട് 5 മണി വരെ നീളും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ വിയോഗത്തിന് പിന്നാലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ AKG ഭവനിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ വിയോഗത്തിന് പിന്നാലെ പതാക ഉൾപ്പെടെ, കൊടി ഉൾപ്പെടെ താഴ്ത്തിയിരിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞത് വലിയൊരു ആഘാതത്തിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയും പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉള്ളത്. അതിൽ നേതാക്കളൊക്കെ തന്നെ പറയുന്ന ഒരുപക്ഷെ ഒരു CPM-ന് മാത്രമുണ്ടായ ഒരു വിടവ് എന്ന തരത്തിൽ അത് കാണാൻ കഴിയില്ല. ഇടതുമുന്നണിക്ക് ഒന്നാകെ ഉണ്ടായ ഒരു തീരാനഷ്ടമെന്ന് തന്നെയാണ് നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. ഡി രാജയൊക്കെ വളരെ വൈകാരികമായി, വികാരധീരനായി നമ്മളോട് പ്രതികരിച്ചാണ് അദ്ദേഹം പോയത്. കാരണം തന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. ഒന്നിച്ച് പല വേദികളിൽ സംസാരിച്ചിരുന്നു, പല ചർച്ചകൾ ഒന്നിച്ച് നടത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിടവ് അത് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഈ വിവരം അറിഞ്ഞ, വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയാണ്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. AKG ഭവനിലേക്ക്, ഡൽഹിയിലെ AKG ഭവനിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഒട്ടേറെ പേർ എത്തുന്നുണ്ട്. അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണവർ. CPIM-ന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നപ്പോഴും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ കൂടി പേരെടുത്ത നേതാവാണ് സീതാറാം യെച്ചൂരി. രാജ്യസഭയിൽ യെച്ചൂരി നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. 2005-ൽ പശ്ചിമ ബംഗാളിൽ നിന്നാണ് സീതാറാം യെച്ചൂരി ആദ്യമായി രാജ്യസഭയിൽ എത്തുന്നത്. ജനകീയ പ്രശ്നങ്ങൾ പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു യെച്ചൂരി. ആണവ കരാറുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ വ്യവസ്ഥകൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു. വ്യവസ്ഥകൾ മൻമോഹൻ സിംഗ് അംഗീകരിച്ചെങ്കിലും പിന്നീട് CPIM ഈ വ്യവസ്ഥകളിൽ നിന്ന് പിന്നോട്ടുപോയി. സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. 2015-ലെ ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി ഭേദഗതി കൊണ്ടുവന്നതും വോട്ടെടുപ്പിൽ പാസ്സായതും ചരിത്രം. 2017-ൽ രാജ്യസഭയുടെ പടിയിറങ്ങി. സീതാറാം യെച്ചൂരി പാർലമെന്റിലേക്ക് തിരിച്ചുവരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന BJP മുതിർന്ന നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ വാക്കുകളിൽ യെച്ചൂരിയോടുള്ള ബഹുമാനം നിറഞ്ഞു നിന്നിരുന്നു. അരുൺ ജെയ്റ്റ്ലിക്ക് മാത്രമായിരുന്നില്ല ആ ആഗ്രഹമുണ്ടായിരുന്നത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും യെച്ചൂരി പാർലമെന്റിൽ വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. കോൺഗ്രസ് പിന്തുണയിൽ വീണ്ടും രാജ്യസഭയിൽ എത്തിക്കാനുള്ള നീക്കം CPIM ബംഗാൾ ഘടകം നടത്തി. എന്നാൽ കേരള ഘടകം എതിർത്തതോടെ ആ നീക്കം പൊളിഞ്ഞു. പിന്നീട് 2020-ലും സമാന നീക്കം ബംഗാൾ ഘടകം നടത്തിയെങ്കിലും അതും നടന്നില്ല. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരുടെ പട്ടികയിലാണ്
സീതാറാം യെച്ചൂരിയുടെ സ്ഥാനം. റിസർച്ച് ഡെസ്ക് 24. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ പിളർപ്പിലേക്ക് പുതിയ ട്രേഡ് യൂണിയൻ ആരംഭിക്കാനുള്ള സാധ്യതകൾ തേടി 20 അഭിനേതാക്കൾ ഫെഫ്കയെ സമീപിച്ചു. അതേസമയം പുതിയ നീക്കം അമ്മയിലെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറികളുടെ പശ്ചാത്തലത്തിലാണ് അമ്മയ്ക്ക് ബദലായി പുതിയ സംഘടന എന്ന ആവശ്യമുയരുന്നത്. ട്രേഡ് യൂണിയൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 20 മുൻനിര താരങ്ങൾ സിനിമാ മേഖലയിലെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയായ ഫെഫ്കയെ സമീപിച്ചു. അവർ പ്രധാനമായിട്ടും ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എவ்விധമായിരിക്കണം, എന്തൊക്കെയായിരിക്കാം അത് നേരിടുന്ന വെല്ലുവിളികൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ 2008 മുതൽ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് ചർച്ച ചെയ്തതാണ്. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള തീരുമാനം അമ്മ സംഘടനയുടേതല്ലെന്ന മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല. അമ്മ സംഘടന അറിഞ്ഞിട്ടില്ല, അമ്മയിലെ 506 പേരും അറിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ട് പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ, അത് ഉണ്ണികൃഷ്ണൻ സാറല്ലേ പറയേണ്ടത്. സംഘടനയുടെ നിയമാവലിയോട് വിയോജിച്ച ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നവർ ആ വഴി പോകട്ടെ എന്ന നടൻ ജോയി മാത്യു പ്രതികരിച്ചു. ഈ ബൈലോയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് ഞങ്ങൾ സംഘടന ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കോട്ടെ. അമ്മ എന്നുള്ള സംഘടന വെൽഫെയർ ഓർഗനൈസേഷനാണ്, ട്രേഡ് യൂണിയൻ സ്വഭാവം ഇല്ല അതിന്. അമ്മയുടെ പ്രവർത്തന രീതികളോട് എതിർപ്പുള്ളവരാണ് പുതിയ ട്രേഡ് യൂണിയൻ ആലോചനകൾക്ക് പിന്നിൽ. പുതിയ നീക്കങ്ങൾ സംഘടനയിൽ പിളർപ്പുണ്ടാക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. 24 കൊച്ചി. മലയാള സിനിമയിൽ ലൈംഗിക അതിക്രമവും ലഹരി ഉപയോഗവും ഉണ്ടെന്ന് സമ്മതിച്ച് ഫെഫ്ക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചവരുടെയും പവർ ഗ്രൂപ്പിൽപ്പെട്ടവരുടെയും പേരുകൾ പുറത്തുവിടണമെന്നും ഫെഫ്ക ആവശ്യപ്പെട്ടു. ഇതിനിടെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനമാണ് ഫെഫ്കയുടേത്. വിവരശേഖരണത്തിനായി WCCയെ ഹേമ കമ്മിറ്റി വിശദമായി കണ്ടപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന, അമ്മ, ഫെഫ്ക അംഗങ്ങൾ എന്നിവയിലെ സ്ത്രീകളെ ഒഴിവാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച 15 അംഗ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരുകളും പുറത്തുവരണം. 15 അംഗ പവർ ഗ്രൂപ്പും മാഫിയയും എന്നത് സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തതാണെന്നും ബി ഉണ്ണികൃഷ്ണൻ. ഈ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പറാണ്. 15 അംഗങ്ങളെയും ലിസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പേര് പുറത്തു വന്നില്ലെങ്കിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പിന്റെ പേര് പുറത്തു വരണം. സിനിമയിൽ ലൈംഗികാതിക്രമം ഉണ്ടെന്നത് വാസ്തവമാണ്. ലൈംഗികാതിക്രമം തുറന്നു പറയാൻ തയ്യാറായതിൽ WCCക്ക് നിർണായക പങ്കുണ്ട്. സിനിമാ സെറ്റുകളിൽ രാസലഹരി അടക്കം വ്യാപകമാണെന്നും ബി ഉണ്ണികൃഷ്ണൻ. വലിയ രീതിയിൽ രാസലഹരി, ആൽക്കഹോൾ അല്ലാത്ത ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് സെറ്റിലെ സമാധാന അന്തരീക്ഷത്തിന്റെ ഭീഷണിയാണ് എന്ന് സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അത് തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേടണം. സിനിമയിൽ നിന്നും WCC അംഗങ്ങളെ വിലക്കിയെന്ന നടി പാർവതി തിരുവോത്തിന്റെ ആരോപണം തെറ്റാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതായി ഫെഫ്ക ഭാരവാഹികൾ അവകാശപ്പെട്ടു. ക്യാരവാനിൽ രഹസ്യ ക്യാമറയെന്ന നടി രാധികയുടെ ആരോപണവും ഫെഫ്ക തള്ളി. ഞങ്ങൾ സിനിമയിലെ ലൈംഗിക അതിക്രമത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. പല അടരുകളുള്ള സങ്കീർണതയാണ് അതിനുള്ളത്. ഇതിനിടെ നയരൂപീകരണ സമിതി യോഗത്തിലെ അംഗത്വം ഒഴിഞ്ഞെന്ന് ബി ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു. സർക്കാരിനെ തീരുമാനമറിയിക്കുകയും ചെയ്തു. 24 കൊച്ചി. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുത്തതിന് പിന്നാലെ DGPയുമായി PV അൻവർ MLA കൂടിക്കാഴ്ച നടത്തി. പോലീസ് ആസ്ഥാനത്ത് എത്തിയായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി AV ജയശങ്കർ ഇപ്പോൾ ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ കൂടിക്കാഴ്ച കഴിഞ്ഞോ? അദ്ദേഹം എന്തെങ്കിലും പ്രതികരിച്ചോ? PV അൻവർ MLA DGPയുടെ ഓഫീസിലെത്തിയ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് DGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം തുടരുകയാണ്. DGP നേരിട്ടാണ് ഇന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ട് പിന്നാലെയായിരുന്നു PV അൻവർ പോലീസ് ആസ്ഥാനത്തെത്തി DGPയുമായി കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ വിവരങ്ങൾ കൈമാറി, എന്തൊക്കെ കാര്യങ്ങൾ DGPയുടെ ശ്രദ്ധയിൽ പെടുത്തി എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവറിന്റെ പ്രതികരണത്തിലേക്ക്. പരാതിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദമായ തെളിവ് സംബന്ധമായ കാര്യങ്ങൾ, അതോടൊപ്പം പുതുതായി 1-2 കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുവരെയുള്ള DGPI കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണല്ലോ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചോദിച്ചറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു.
അതെല്ലാം അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. നമുക്ക് കിട്ടിയ കുറേ തെളിവുകൾ, ഇനി ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട്. തെളിവുകളുമായി മുന്നോട്ട് വരാൻ തയ്യാറായിരുന്ന ചില ആളുകളൊക്കെ ഒരു ഭയപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, കാരണം പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്, പോലീസ് ആക്ടിവിറ്റീസാണ്, അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസാണ് നമുക്ക് കൂടുതൽ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഇനിയും നമുക്ക് പോലീസിൽ നിന്നുള്ള റിട്ടയർഡായ ഓഫീസർമാർ, നിലവിലുള്ള ഓഫീസർമാർ, ഇവരൊക്കെയാണ് ഈ വിഷയങ്ങളിൽ കൂടുതൽ തെളിവുകളും സൂചനകളും നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ PV അൻവർ MLA DGPയുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. താൻ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ DGPക്ക് കൈമാറിയെന്ന് പറയുന്നുണ്ട്. പുതുതായി ലഭിച്ച കുറച്ച് വിവരങ്ങൾ കൂടി DGPക്ക് കൈമാറിയെന്നാണ് PV അൻവർ MLA ഇപ്പോൾ വ്യക്തമാക്കിയത്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. DGP നേരിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം നേരിട്ട് ഇന്ന് മൊഴിയെടുപ്പിന്റെ ഭാഗമാവുകയും ചെയ്തു. ADGP MR അജിത് കുമാറും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയിരുന്നു. DGP നേരിട്ട് മൊഴിയെടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട്. ഏതായാലും ആ കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു.